പാസ്റ്റർ എന്നെ തന്നെ കുത്തി എന്ത് ചെയ്തത് പ്രസംഗിച്ചെന്ന് പറയും. അല്ലേ? സത്യമായിട്ട് നിങ്ങളെ തന്നെ കുത്തിയാ പ്രസംഗിച്ചതാണ് മറുപടി പറയേണ്ടത്. അപ്പം ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്നുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം വായിച്ചത്. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ കാണുന്നു, അവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേം വിട്ടു പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് എന്ത് ചെയ്യണം? കാത്തിരിക്കണം എന്ന് പറഞ്ഞു. ഏറെ നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ കർത്താവിൻ്റെ സ്വർഗ്ഗാരോഹണം നടക്കുന്നു. അതിനുശേഷം ദൂതം വെള്ളവസ്ത്രം ധരിച്ച് 2 പുരുഷന്മാർ അവരെ അടുക്കൽ നിന്നുകൊണ്ട്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. അതിനുശേഷം അവർ കർത്താവിൻ്റെ വചനത്തിന് ആ വാക്കുകളെ അനുസരിച്ച് കൊണ്ട് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ ഒരുമിനപ്പെട്ട് കൂടിയിരുന്നു. അത് നമ്മൾ 12 മുതലുള്ള വാക്യങ്ങൾ കാണുന്നുണ്ട്. പത്രോസും യോഹന്നാനും യാക്കോബും അങ്ങനെ ശിഷ്യരും, ആ കൂട്ടത്തിൽ യേശുവിൻ്റെ അമ്മ മറിയവും സഹോദരന്മാരും എല്ലാവരും കൂടെ കൂടിയിരുന്നു. ആ കൂട്ടം അപ്പോസ്തലപ്രവൃത്തി 2-ൽ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ ഒരുമ്പരപ്പെട്ട് കൂടിയിരുന്നപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് അവിടെ മേൽ വരുന്നു. കൊടിയ മുഴക്കത്തോടെ പിളർക്കപ്പെട്ട നാവുകൾ അവിടെ മേൽ പതിയുന്നു. അവരെല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി ആത്മാവ് ഉച്ചരിപ്പാൻ കൊടുത്തതുപോലെ അന്യഭാഷകളിൽ സംസാരിക്കുകയും ജനങ്ങൾ ഓടിക്കൂടുകയും ചെയ്യുന്നു. അപ്പോൾ പത്രോസ് 14 മുതലുള്ള വാക്യങ്ങളിൽ പത്രോസ് 11 പേരോടുകൂടി എഴുന്നേറ്റ് ഇന്ന് അവരോട് സംസാരിക്കുന്നു. അങ്ങനെ സംസാരിക്കുമ്പോൾ അവർ പറയുകയാണ്, നിങ്ങൾ ഊഹിക്കുന്ന പോലെ ഞങ്ങൾ ലഹരി പിടിച്ചിട്ടില്ല. കാരണം ഇത് 3-ാം മണി നേരമേ ആയിട്ടുള്ളൂ. അത് യഹൂദൻ്റെ കലണ്ടറിലാണ്, രാവിലെയാണ് തുടങ്ങുക. അപ്പം പ്രഭാതമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് മദ്യപിക്കാനുള്ള സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവരെ തിരുത്തി 17-ാം അധ്യായത്തിൽ യോവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ കോട്ട് ചെയ്തുകൊണ്ട് വാക്യങ്ങൾ ഉദ്ധരിച്ച് പ്രസംഗം തുടങ്ങി. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും എന്നുള്ള തിരുവചന ഭാഗങ്ങൾ അവരോട് പറഞ്ഞു. അങ്ങനെ ദൈവവചനം പ്രസംഗിച്ചു കൊണ്ടേ ഇരിക്കുമ്പോൾ അത് കേട്ടിട്ട് 37 മുതലുള്ള വാക്യങ്ങൾ അത് കേട്ടിട്ട് അവരുടെ ഹൃദയത്തിൽ എന്ത് ചെയ്തു? കുത്തുകൊണ്ടു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അത് കേട്ടിട്ട് അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അപ്പം ദൈവവചന കേൾവിയിൽ എന്തുണ്ടാകണം? കുത്തുകൊള്ളണം എന്നുള്ളതാണ്. പൊതുവേ ഇന്ന് ദൈവവചന കേൾവി മോട്ടിവേഷൻ സ്പീക്കിംഗ് ആയിട്ടൊക്കെ മാറാറുണ്ട്. ആശ്വാസം ഉണ്ടാകണം. പക്ഷേ ദൈവവചന കേൾവിയുടെ അൾട്ടിമേറ്റായിട്ടുള്ള എയിം എന്ന് പറയുന്നത് മാറ്റങ്ങളാണ്. മാറ്റങ്ങളുണ്ടാകണമെങ്കിൽ എന്തുണ്ടാകണം? കുത്തുകൊള്ളണം. അങ്ങനെയാണ് വെൻ ദ ഹേർഡ് ദിസ് ദേ വെർ കട്ട് ടു ദ ഹാർട്ട്. അവിടെ ഹൃദയത്തിന് മുറിവേറ്റു. കുത്തുകൊണ്ടപ്പോൾ ഇന്നാണെങ്കിൽ നമ്മൾ പറയും, പാസ്റ്റർ എന്നെ തന്നെ കുത്തി എന്ത് ചെയ്തത് പ്രസംഗിച്ചെന്ന് പറയും. അല്ലേ? സത്യമായിട്ട് നിങ്ങളെ തന്നെ കുത്തിയാ പ്രസംഗിച്ചതാണ് മറുപടി പറയേണ്ടത്. അപ്പം പാസ്റ്റർ പറയും, മനസാ വാച കർമ്മണ. ഞങ്ങളുടെ ഒരു ദേവദാസൻ്റെ സ്ഥിരം ശൈലിയാണ്. അല്ലേ? എന്തോ പറഞ്ഞാലും പറയും, മനസാ വാച കർമ്മണ. അറിഞ്ഞോ അറിയാതെയോ ഈ വിഷയത്തിൽ. അപ്പോൾ തന്നെ പുള്ളി അങ്ങ് വിറയ്ക്കും. ഞാനിതൊന്നും മനസ്സുകൊണ്ട് പോലും എന്ത് ചെയ്തിട്ടില്ല, ചിന്തിച്ചിട്ടില്ല എന്ന് പറയും. പക്ഷേ അങ്ങനെയല്ല പറയുക. അത് കുത്തു കണ്ടപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ ഏത് സഭയിലോട്ടാണ് മാറിപ്പോകണമെന്നല്ല ആലോചിച്ചത്. അവർ ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ എന്തുണ്ടാകണം? കുത്തുകൊള്ളണം. കുത്തു കണ്ടാൽ ചോദിക്കണം, എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ 38 മുതലുള്ള വാക്യങ്ങളാണ് ദൈവസഭയുടെ അടിസ്ഥാന വേദോപദേശങ്ങൾ പറയുകയാണ്. അത് കേട്ടപ്പോൾ അവിടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടപ്പോൾ പത്രോസ് അവരോട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ സ്നാനമേൽക്കണം, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. എന്നിട്ട് അവരെ പറഞ്ഞ് പ്രബോധിപ്പിക്കുകയാണ്. അതിൻ്റെ 40-ാമത്തെ വാക്യം, മറ്റ് പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു. അതിനുശേഷം 42 അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പോൾ അടിസ്ഥാനപരമായ വേദ ഉപദേശങ്ങൾ നമ്മളവിടെ കാണുകയാണ്. സഭയുടെ അടിസ്ഥാന വേദ ഉപദേശങ്ങൾ ഈ ഒരു വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമത്, വീണ്ടും ജന്മം പ്രാപിക്കണം, രക്ഷിക്കപ്പെടണം, നിങ്ങൾ മാനസാന്തരപ്പെടണം,
നിങ്ങൾ അവർ ചോദിച്ചു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? 1, എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. 2, സ്നാനപ്പെടണം. 3, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. 4, വേർപാടാചരിക്കണം. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. 5 നാം കാണുന്നു, കൂട്ടായ്മ ആചരിക്കണം. 6, അപ്പം നുറുക്കണം. 7, പ്രാർത്ഥന കഴിക്കണം. ഈ അടിസ്ഥാന വേദോപദേശങ്ങൾ അവിടെ കാണുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവസഭയുടെ അടിസ്ഥാന വേദോപദേശങ്ങളെ വളരെ ചുരുക്കമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. 1, രക്ഷിക്കപ്പെടണം. അടിസ്ഥാന വേദോപദേശങ്ങൾ 7 ഏതാണ്? 7. 1, എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. 2, സ്നാനപ്പെടണം. 3, പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കണം. 4, വേർപാടാചരിക്കണം. 5, കൂട്ടായ്മ ആചരിക്കണം. 6, അപ്പം നുറുക്കണം. 7, പ്രാർത്ഥിക്കണം. ഒന്നുകൂടെ പറഞ്ഞേ. 1, രക്ഷിക്കപ്പെടണം. 2, സ്നാനപ്പെടണം. 3, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. 4, വേർപാടാചരിക്കണം. 5, കൂട്ടായ്മ ആചരിക്കണം. 6, അപ്പം നുറുക്കണം. 7, പ്രാർത്ഥന കഴിക്കണം. 7 അടിസ്ഥാന വേദോപദേശങ്ങളെ നാം ഇവിടെ കാണുകയാണ്. ആ വേദോപദേശങ്ങൾ നാം ഓരോന്നായിട്ട് ചിന്തിക്കാം. വാട്ട് ഷാൽ വി ഡു? ദേ വർ കട്ട് ടു ദ ഹാർട്ട് ആൻഡ് ദേ ആസ്ക്ഡ് വാട്ട് ഷാൽ വി ഡു? ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പം പത്രോസ് അവരോട് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടണം, രക്ഷിക്കപ്പെടണം, വീണ്ടും ജന്മം പ്രാപിക്കണം. ഏതാണ്ട് ഒരേ സമാനാർത്ഥത്തിലൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന വാക്കുകൾ. മാനസാന്തരപ്പെടണം. എന്തുകൊണ്ടാണ് ഒരു വ്യക്തി മാനസാന്തരപ്പെടേണ്ടത്? നമുക്കറിയാം, എല്ലാ മനുഷ്യരും ഇവിടെ ജനിച്ചത് ആദാമിൻ്റെ മക്കളായിട്ടാണ് മനുഷ്യൻ ജനിക്കുക. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിക്കുക. അവന് ചിന്തിക്കാനുള്ള ശക്തിയുണ്ട്, തിരഞ്ഞെടുക്കാനുള്ള ശക്തിയുണ്ട്. മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ കഴിവ് എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കാനുള്ള ശക്തിയാണ്. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത്, ദൈവം മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനം. അപ്പം ഒരുതരം കൊച്ചു കുട്ടി ദൈവങ്ങൾ പോലെ തേജസ്സും ബഹുമാനമൊക്കെ അണിയിപ്പിച്ച് ദൈവം മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി അവനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്താണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യനുള്ള ഏറ്റവും വലിയൊരു കഴിവാണ് തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്, അല്ലേ? തിരഞ്ഞെടുക്കാനുള്ള എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ ഇപ്പം ബാബു പാസ്റ്റർ ആമുഖം പറഞ്ഞപ്പോൾ ഇന്നത്തെ മനുഷ്യൻ്റെ ഒത്തിരി പ്രശ്നങ്ങൾ ഇവിടെ പറഞ്ഞു. സത്യത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രശ്നമാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവാംശമാണ്, ദൈവത്തിൻ്റെ സ്വരൂപമാണ്. ദൈവസ്വരൂപം പേറുന്നവനാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് അവൻ്റെ മൂക്കിൽ ദൈവം എന്തുകൂതി? ജീവശ്വാസം ഊതി. ജീവശ്വാസം ഊതി എന്നുള്ളത് ഞാൻ ഇച്ചിരൂടെ കൂട്ടി പറയും. ശ്വാസം പതിച്ചു. നമ്മുടെ ശ്വാസം ഒരാളുടെ ദേഹത്ത് പതിക്കണമെങ്കിൽ ചുംബനം കൊടുക്കണ്ടേ? അപ്പം മണ്ണുകൊണ്ട് മെടഞ്ഞ മനുഷ്യനെ ദൈവം ചുംബിച്ചു. ദൈവം ചുംബിച്ചപ്പോൾ അവൻ്റെ ചുടിശ്വാസം അവൻ്റെ മേൽ പതിഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ ചുംബനം കിട്ടിയവൻ ആരോ? അവനാണ് ആര്? മനുഷ്യൻ. ആ ചുംബനം അവനെ ജീവനുള്ള ദേഹിയാക്കി മാറ്റി. ആ മനുഷ്യൻ തിരഞ്ഞെടുക്കാനുള്ള കഴിവുള്ളവനാണ്. തിരഞ്ഞെടുപ്പിനുള്ള ശക്തി അവനുണ്ട്. അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താ? മനുഷ്യനെക്കുറിച്ച് സാധാരണ പറയാറുണ്ട്, 2 കാലിൽ നടക്കുന്ന മൃഗമാണ്. ഈ മൃഗവും മനുഷ്യനും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം, കുറേ വ്യത്യാസങ്ങളുണ്ട്. ഏറ്റവും വലിയ വ്യത്യാസം, മൃഗം ചിരിക്കാറില്ല. ഉണ്ടോ? ഇല്ല. മനുഷ്യന് എന്തിനുള്ള കഴിവുണ്ട്? ചിരിക്കാനുള്ള കഴിവുണ്ട്. മനുഷ്യന് ചിരിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് ചിരിക്കണം. ഞാൻ എല്ലാവരും പറയാറുള്ള കാര്യമുണ്ട്, ഞാൻ ഈ തെച്ചുമടക്കിയൊക്കെ നിൽക്കുന്നതിലും വലിയ ധൈര്യമുള്ള ആളല്ല. ധൈര്യമുണ്ട്, പെട്ടെന്ന് സങ്കടം വരുന്ന ഒരാളാണ്. അതെൻ്റെ ഒരു വ്യക്തിപരമായ പ്രശ്നമാണ്. അപ്പോൾ എന്നെ ഇങ്ങനെ തുറിച്ച് നോക്കിയാൽ എനിക്ക് ഭയങ്കര പെട്ടെന്ന് അപ്സെറ്റാകും. അതുകൊണ്ട് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർക്ക് ഡാർവിൻ ചായനോട് പിണക്കോ ഷേർലി ആൻ്റിയോട് പിണക്കോ ഉണ്ടെങ്കിൽ മനസ്സിൽ വെച്ചേര് എന്നെ നോക്കി ചിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ എന്നെ നോക്കി ചിരിക്കണം. ചിരിച്ചിരിക്കാന്ന് സങ്കടം വരും. കാരണം എൻ്റെ അർത്ഥം നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ലെന്നുള്ള ചിന്ത വരും. അതെന്നെ അസ്വസ്ഥനാക്കും. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, എൻ്റെ മുമ്പിൽ വീർത്തി കെട്ടി ഇരിക്കരുത്. രണ്ടാമത്തെ കാര്യം, എൻ്റെ മുമ്പിൽ ഇരുന്ന് ഉറങ്ങരുത്. ഞാൻ ഇന്നലെ 3 മണിക്ക് വന്ന് കിടന്നതാണ്. എന്നിട്ട് 7 മണിയായപ്പോൾ എഴുന്നേറ്റ് ഓടിപ്പോയതാണ്. എന്നിട്ടും എൻ്റെ മുമ്പിൽ ഇരുന്ന് ഉറങ്ങുക. എന്നെ കളിയാക്കുകയല്ലേ? അധാർമികതയല്ലേ കാണിക്കുന്നത്? ഞാൻ 3 മണിക്കാണ്, സന്തോഷം മഞ്ജുവൊക്കെ ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് വന്നപ്പോൾ 3 മണിയായി.
അപ്പോൾ എൻ്റെ മുമ്പിൽ ഇരുന്ന് ഉറങ്ങരുത്, അതെന്നോട് കാണിക്കുന്ന വലിയൊരു ക്രൂരതയാണ്. കാരണം നിങ്ങൾ ഇരുന്നുറങ്ങിയാൽ ഞാൻ നിന്നുറങ്ങും. അതുകൊണ്ട് 2 കാര്യങ്ങൾ. ഒന്ന്, ചിരിക്കാതിരിക്കരുത്. മനുഷ്യന് മാത്രമേ എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ? ചത്തു കഴിഞ്ഞാൽ ചിരിക്കാൻ ഒക്കുമോ? ഇല്ല. നിങ്ങളൊരു ശവത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ശവം ചിരിച്ചാൽ എന്തോ ചെയ്യും? ശവത്തിൻ്റെ അടുത്തോട്ടൊക്കെ ചെല്ലുമ്പോൾ ശവം ചിരിച്ചാൽ എന്തോ ചെയ്യും? കെട്ടിയവരാണെങ്കിലും നമ്മൾ പറയും, എൻ്റെ അച്ഛൻ എന്നെ ഒന്ന് നോക്കി എന്തോ ചെയ്യും? പുള്ളിയൊക്കെ നോക്കി എന്തോ ചെയ്യും നിങ്ങൾ? ഞാൻ സാറിന് പറയുന്നൊരു കാര്യമുണ്ട്, നടന്ന സംഭവം കേട്ടോ. ഇതിന് ഹൗളിംഗ് ഉണ്ടോ? എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പ്രശ്നമാണെന്ന് അറിയത്തില്ല. ഉണ്ടോ ടീമിനെ? എനിക്കിതിനെപ്പറ്റി അറിയത്തില്ല. എന്നാൽ ബാസ് കുറയ്ക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഇച്ചിരി ഒരു ഭയങ്കര മുഴക്കം തിരിച്ചു വരുന്നുണ്ട്. ചിലപ്പം എനിക്കതിനെപ്പറ്റി കാര്യമായിട്ട് അറിയില്ല. എന്നാൽ ഈ സൗണ്ടിനെക്കുറിച്ചും പാട്ടിനെക്കുറിച്ചും ഒന്നും അറിയത്തില്ല. പിന്നെ ഇതെല്ലാം ഷോയാണ്, ചുമ്മാതാണ് പാസ്റ്റർമാർ പറയുന്നത്. ബാസ് കൂട്ട്, ബേസ് ലീഡ് എന്നൊക്കെ പറയുന്നത് ഇവർക്ക് അറിയായിട്ടൊന്നും. ഞാൻ ഈ മരിച്ചുപോയ ബിജു ഗർഗയിലുണ്ട്, പുള്ളി എന്നോട് പറയും പാട്ട് പാടുമ്പം ഞങ്ങളെ നോക്കിയിട്ട് ഡി മേജർ എഫ് മൈനർ എന്നൊക്കെ പറഞ്ഞേക്കണമെന്ന്. ഇതൊന്നും അറിയാമെന്ന് പറയുന്നതല്ല, ചുമ്മാ പറയുന്ന. അപ്പോൾ പുള്ളി കയറുന്നതിന് മുമ്പ് എന്നെ പഠിപ്പിക്കും ഇങ്ങനെ മേജർ മൈനർ എന്നൊക്കെ പറഞ്ഞ്. അപ്പം കേൾക്കുന്നവർക്ക് തോന്നും പാസ്റ്റർക്ക് ഇതിനെക്കുറിച്ചൊക്കെ എന്തോ ഉണ്ട്, നല്ല അറിവുണ്ട്. എനിക്കിതിനെപ്പറ്റി കാര്യമായി അറിയില്ല. എന്നാലും ഞാൻ എൻ്റെ അജ്ഞത വെളിപ്പെടുത്തുകയാണ്. അപ്പം ഞങ്ങളുടെ അവിടെ ഒരു ശവക്കോട്ടയിൽ എൻ്റെ കൂടെ എനിക്കറിയാവുന്നൊരു സഹോദരൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പുള്ളിക്കാരൻ അങ്ങ് പിന്മാറിപ്പോയി. അവസാനം ഈ ശവക്കോട്ടയിൽ പോയി കിടപ്പായി. അപ്പോൾ അവിടെ കഞ്ചാവൊക്കെ അടിച്ച് പോയി കിടക്കും. ഒരു ദിവസം വെളുപ്പിനെ ഒരാൾ അതുവഴി പോയപ്പം നേരം വെളുത്തില്ല. അപ്പോൾ അയാൾ നോക്കിയപ്പം കല്ലറയുടെ പുറത്ത് ആരാ ഈ പുള്ളി പറഞ്ഞു, അകത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് ഞാൻ ഒന്ന് പുറത്തിറങ്ങിയിരുന്നാന്ന് പറഞ്ഞു. അകത്ത് ഭയങ്കര ചൂടായതുകൊണ്ട്. അപ്പോൾ ഈ പോയ ആൾ ഫ്ലാറ്റായിപ്പോയി. ആ ഫ്ലാറ്റായ ആൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചതാണ്. അപ്പോൾ ശവം ചോദിക്കും, അകത്ത് ഭയങ്കര ഇതുപോലൊരു സംഭവം ഉണ്ടായി. ഈ ഞങ്ങളുടെ സ്ഥലത്തൊരു ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു സെമിത്തേരി സ്ഥലമുണ്ട്, അവിടെ മുഴുവൻ സെമിത്തേരിയാണ്. അപ്പോൾ ഈ കോവിഡിൻ്റെ സമയമാണ്, ശ്മശാന മൂകതയല്ലേ. അപ്പോൾ അവിടെ നാട്ടിലൊരു പറച്ചിലായി. അതുവഴി പോകുന്നവരെയൊക്കെ ശവക്കോട്ടയിൽ നിന്ന് ആരാണ്ട് വിളിക്കുന്നു. ഇത് പറച്ചിലായി, പേടിയായി. ശവക്കോട്ടയിൽ നിന്ന് വിളി വരുന്നു. കോവിഡല്ലേ, നിശബ്ദതയല്ലേ. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജെയിംസ് ഷാനുണ്ട്. ജെയിംസ് പാസ്റ്റർ പ്രാർത്ഥിച്ച് ഉപവസിച്ച് രക്തം ജയം പറഞ്ഞ് ശവക്കോട്ടയിൽ കയറിപ്പോയി ബന്ധിക്കാൻ. പുള്ളി ഭയങ്കര പുരിയാണ്, കയറി ബന്ധിക്കാൻ കയറിപ്പോവും. പുള്ളി ബന്ധിക്കാൻ കയറി ചെന്നപ്പോൾ എന്തുവാ, റോഡ് പൈപ്പിൽ നിന്ന് വെള്ളം പോവാം. കുറച്ച് ദിവസമായിട്ട് റോഡ് പൈപ്പ് കൂടെ. അതുവഴി പോയവരെല്ലാം ഓർത്തത് എന്തോ വിളിക്കുക. അപ്പോൾ അതുകൊണ്ട് മനുഷ്യർക്കുള്ള കഴിവാണ് ഒന്ന്, ചിരിക്കാനുള്ള കഴിവുണ്ട്. ഈ രണ്ടാമത് മനുഷ്യർക്കുള്ളൊരു കഴിവ്, ഈ മനുഷ്യരെയും മൃഗങ്ങളെയും തമ്മിൽ വരുന്ന ഏറ്റവും വലിയ വ്യത്യാസം, മൃഗങ്ങളെ നിയന്ത്രിക്കുന്നത് വികാരങ്ങളാണ്, മനുഷ്യനെ നിയന്ത്രിക്കുന്നതോ വികാരം മാത്രമല്ല, എന്തുകൊണ്ടാണ്, വിവേകമാണ്. ഈ മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം, മൃഗങ്ങൾക്ക് വികാരങ്ങളുണ്ട്, അതേ വികാരങ്ങൾ മനുഷ്യനുമുണ്ട് അല്ലേ. മൃഗങ്ങൾക്ക് ദേഷ്യമുണ്ട്, ഭയമുണ്ട്, മനുഷ്യനും എന്തുകൊണ്ട്, ഭയമുണ്ട്. പട്ടി നമ്മളെ കടിക്കുന്നത് പേടിച്ചിട്ടാണോ ധൈര്യം കൊണ്ടാണോ? പട്ടി നമ്മളെ കടിക്കുന്നത് പേടിച്ചിട്ടാണോ ധൈര്യം കൊണ്ടാണോ? പേടിച്ചിട്ടാണ്. മനുഷ്യൻ ഓടുന്നത് എന്തുകൊണ്ടാണ്? പേടിച്ചിട്ടാണ്. അപ്പം പട്ടിക്കും പേടി, മനുഷ്യനും പേടി. 2 പേർക്കും എന്തുകൊണ്ട്, പേടിയുണ്ട് അല്ലേ. 2 പേർക്കും ഭയമുണ്ട്. അപ്പോൾ 2 പേർക്കും ഭയമുണ്ട് അല്ലേ. മനുഷ്യർക്കുള്ളതെല്ലാം മൃഗങ്ങൾക്കുണ്ട്. മൃഗത്തിന് വിശപ്പുണ്ട്. ഈ തെരുവ് പട്ടികൾ പലപ്പോഴും കടിക്കുന്നത് വിശന്നിട്ടാണെന്നാണ് പറയുക. അതുകൊണ്ടാണ് ചിലർ പുണ്യം ചെയ്യാറുണ്ട്, പട്ടിക്കൊക്കെ തെരുവ് പട്ടി നായ്ക്കൾക്ക് ഫുഡ് കൊടുക്കാറുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ അവരധികം അക്രമാസക്തരാകാതിരിക്കുന്നത് ഭക്ഷണം കിട്ടാൻ. അതുകൊണ്ട് അക്രമാസക്തരാകും മൃഗങ്ങൾ. അപ്പോൾ വിശന്നാൽ, അപ്പോൾ അവർക്കും വിശപ്പുണ്ട്, നമുക്കും വിശപ്പുണ്ട്. എന്നാൽ മൃഗവും മനുഷ്യനും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം, മൃഗങ്ങളെ നിയന്ത്രിക്കുന്ന വികാരങ്ങളും മനുഷ്യനെ നിയന്ത്രിക്കുന്ന എന്താണ്, വിവേകവുമാണ്. ഈ വിവേകം എന്ന് പോയോ അന്നവൻ ആരാകും, മൃഗമാകും. അമ്മയെ മോൻ കൊന്നു, അപ്പം മോളെ പീഡിപ്പിച്ചു, ഇതെല്ലാം ഇപ്പോഴത്തെ വലിയ വാർത്തയാണ്. മാധ്യമങ്ങളിൽ സത്യത്തിൽ ഈ വാർത്തകൾ വരാൻ പാടില്ല. അത്യാവശ്യം ഇതൊന്നും അല്ല രാവിലെ പത്രത്തിൽ വരേണ്ടത്, ഫ്രണ്ട് പേജിലെ വാർത്തയാണ് ഇതൊക്കെ. എന്തുകൊണ്ടാണ് മനുഷ്യൻ ആരായി മാറി? അതുകൊണ്ടാണ് വചനം പറയുന്നത്, മൃഗപ്രായനായ മനുഷ്യൻ
അല്ലേ? മനുഷ്യൻ വിവേകഹീനായി പോകുന്നു, മൃഗപ്രായനായി പോകുന്നു. അപ്പോൾ മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം തിരഞ്ഞെടുക്കാനുള്ള വിവേകമുണ്ട്. ആ വിവേകത്തോടു കൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. നന്മയും തിന്മയും അവൻ്റെ മുമ്പിലുണ്ടായിരുന്നു. എന്നാൽ പിശാച് അവനെ വഞ്ചിച്ചു. എങ്ങനെ വഞ്ചിച്ചത്? പിശാച് അവനെ എന്ത് ചെയ്തു? വഞ്ചിച്ചു. വഞ്ചിക്കാൻ കാര്യം, ലോകത്ത് ഇന്ന് നിങ്ങൾക്കറിയാം ഈ അഡ്വർടൈസ്മെൻറ്റ് കമ്പനികളൊക്കെ ഉണ്ട്. അഡ്വർടൈസ്മെൻറ്റ് കമ്പനികളിലൊക്കെ ഭയങ്കരമായിട്ട് അത് എന്താണ് ഈ ഒറ്റ വാചകത്തിലൊക്കെയാണ് അറ്റൻഷൻ പിടിച്ചെടുക്കുക. അതാണ് അഡ്വർടൈസ്മെൻ്റ് എന്നൊക്കെ പറയുന്നത്. ഭയങ്കര അഡ്വർടൈസ്മെൻറ്റിലാണ് നമ്മൾ വീഴുന്നത്. നേരോടെ നിർഭയം, നിരന്തരം ഒരു പത്രത്തിൻ്റെ അല്ലെങ്കിൽ ടി വി ചാനലിൻ്റെ നേരോടെ നിർഭയം, നിരന്തരം. കഴിഞ്ഞ ഒരു വാചകമായിരുന്നു 2ാം തവണയും പിണറായി സർക്കാരിനെ കൊണ്ടുവന്നത്. LDF വരും, എല്ലാം ശരിയാകും. വീണ്ടും വികസനത്തിന് ഒരു വോട്ട്. അപ്പം അഡ്വർടൈസ്മെൻറ്റ് എപ്പോഴും ഒറ്റ വാക്ക് നമ്മളെ പിടിച്ചെടുക്കുന്ന ഒരു അറ്റൻഷനായിട്ടൊക്കെ മാറും. അപ്പുക്കുട്ട തൊപ്പിക്കാര എപ്പോൾ കല്യാണം, എന്ത് രസമുള്ളത്. അപ്പുക്കുട്ട തൊപ്പിക്കാര എപ്പോൾ കല്യാണം. അപ്പം അതൊരു മാട്രിമോണിയൽ സൈറ്റിൻ്റെ പരസ്യമാണ്. ലോകത്ത് ആദ്യം അഡ്വർടൈസ്മെൻറ്റ് നടത്തിയ ആരാന്നറിയാമോ? പിശാചാണ്. കഴിക്കൂ, കണ്ണു തുറക്കൂ, ആരെ പോലാകൂ? ദൈവത്തെ പോലാകൂ. ഇങ്ങനെ ഹവ്വ ഇങ്ങനെ നടന്നു പോയപ്പം പെട്ടെന്ന് LED ബോളിൽ കൂടെ വരുന്നു. കഴിക്കൂ ടണ്ടടീ. അതിൻ്റെ പുറകിൽ സാംസങ്ങിൻ്റെ കീബോർഡ് എന്ത് ചെയ്യും? സാംസോൺ കീബോർഡ് അടിച്ചു, ടേൺ. അപ്പോൾ തന്നെ വന്നു, കഴിക്കൂ, കണ്ണ് തുറക്കൂ, ആരെ പോലാകൂ? ദൈവത്തെ പോലാകൂ. വീണു ആര്? വീണു. ആദ്യത്തെ അഡ്വർടൈസ്മെൻറ്റ് കമ്പനി നടത്തിയ ആരാ? സാത്താന. എന്തായിരുന്നു അഡ്വർടൈസ്മെൻറ്റ്? കഴിക്കൂ, കണ്ണ് തുറക്കൂ, ആരെ പോലാകൂ? ദൈവത്തെ പോലാകൂ. നേരെ തെന്നി അടിച്ച് വീണു. കണ്ടു, മോഹിച്ചു, കഴിച്ചു, കൊടുത്തു. മനുഷ്യൻ എന്തോ പറ്റി? പാപികളായി തീർന്നു. ഏകലംഘനത്താൽ പാപം. എന്താണ് പാപം? ധിക്കാരപൂർവമായ ദൈവനിഷേധം, ദൈവത്തിൻ്റെ വാക്കിനെ വില കൽപ്പിക്കാതെ പോയ അനുസരണക്കേട്. ആ അനുസരണക്കേടിലൂടെ പാപം കടന്നു വന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമാകും. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമാകും. അങ്ങനെ മനുഷ്യൻ പാപികളായി മാറി. പാപത്തിൻ്റെ ശമ്പളം എന്താണ്? മരണമാണ്. ഈ മനുഷ്യനെ പാപം മനുഷ്യനെ അടിസ്ഥാനപരമായി അവൻ്റെ ശരീരത്ത് കുടികൊള്ളുന്ന ഒരു കാര്യമാണ്. കാരണം എല്ലാ മനുഷ്യരും ജനിച്ചത് ആദാമിലൂടെയാണ്. ആദം ആബേലിനെ മക്കൾക്ക് ജന്മം കൊടുക്കുന്നതിന് മുമ്പാണ് പാപം ചെയ്തത്. അതുകൊണ്ട് ഈ മക്കളിലേക്ക് എന്ത് സ്വഭാവം വന്നു? പാപ സ്വഭാവം വന്നു. ഇന്ന് എല്ലാ മനുഷ്യൻ്റെയും ഏറ്റവും വലിയ അടിസ്ഥാനപരമായ പ്രശ്നം മനുഷ്യരെല്ലാം ആരാണ്? പാപികളാണെന്നുള്ള. നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദേശം നഷ്ടപ്പെട്ടു. മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം പാപമാണ്. പാപത്തെ ഒഴിവാക്കി ഒരു കാര്യം പ്രസംഗിക്കാനൊക്കത്തില്ല. കാരണം മനുഷ്യൻ്റെ പ്രശ്നം പാപമാണ്. നമ്മൾ പറയും ദാരിദ്ര്യമാണ് പാപം. സാമൂഹ്യ വിദഗ്ധരൊക്കെ പറയും ഇവിടുത്തെ സമൂഹത്തിൻ്റെ പ്രശ്നം ദാരിദ്ര്യമാണ്. ദാരിദ്ര്യമല്ല പ്രശ്നം. ഇവിടെ എത്ര കോടി ജനങ്ങളുണ്ടായാലും അവർക്ക് കഴിക്കാനുള്ളതും അവർക്ക് അനുഭവിക്കാനുള്ളതൊക്കെ ഈ പ്രപഞ്ചത്തിലുണ്ട്. ദൈവം അങ്ങനെയാണ് ഭൂമിയെ സൃഷ്ടിച്ചത്. പക്ഷേ എന്താ പ്രശ്നം? അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ. കുറേ കുത്തക മുതലാളിമാർ എല്ലാം കൂട്ടി വെക്കുമ്പോൾ ഇവിടെ പാവങ്ങൾ പട്ടിണിയാകുന്നു. സത്യത്തിൽ മാളുകൾ ഇന്ന് വന്നു. മാളുകൾ ഇവിടെ വന്നു. ഇവിടെ മുഴുവൻ മാള് സംസ്കാരമാണ്. 100 ഗ്രാം വെളിച്ചെണ്ണ, 250 കാപ്പിപ്പൊടി, 1/2 കിലോ പഞ്ചസാര, 5 കിലോ അരി, 1/2 കിലോ പരിപ്പ്. ലിസ്റ്റ് എഴുതിക്കൊണ്ട് പോയി മേടിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു. എല്ലാവരും ഒരു ലക്ഷ്യമില്ലാതെ നേരെ മാളിലോട്ട് കയറുന്നു. ഒരു വണ്ടി ഉന്തിക്കൊണ്ട് നടക്കുന്നു. കൈ കിട്ടുന്ന എല്ലാം എടുത്ത് അതിനകത്ത് വെക്കുന്നു, വണ്ടിക്കകത്ത് വെക്കുന്നു. പകുതി എന്ത് വേണ്ടതല്ല. നേരം കളയാൻ ഏറ്റവും നല്ല സമയം എവിടെ പോവുക? മാളിൽ പോവുക. ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്. കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഞാനൊരു വണ്ടി എടുക്കും, എനിക്ക് വേണ്ടതെല്ലാം അതിനകത്ത് പറക്കിയിടും. കുറേ നേരം കഴിയുമ്പോൾ ആരും കാണാതെ വണ്ടി ഇട്ടിട്ട് ഇറങ്ങിപ്പോരും. കാരണം ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. അല്ലെ എന്തെങ്കിലുമൊക്കെ കയ്യിലെടുത്ത് പിടിക്കും. എന്തോ എടുത്ത ഒരു സന്തോഷം. പോരുമ്പം ആരും കാണാതെ എവിടെയെങ്കിലും വെച്ചിട്ടേക്ക് ഇറങ്ങിപ്പോരണം. കാരണം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെ എന്തോ പോവും,
പൈസ പോവും. കാർഡ് കയ്യിലുണ്ടെങ്കിൽ ഉരയ്ക്കാൻ എളുപ്പമല്ലേ, അപ്പോൾ ഉരച്ചിട്ട് ഇറങ്ങിപ്പോരും. അപ്പോൾ ഓർക്കുക, മനുഷ്യൻ്റെ അകത്തേക്ക് പാപം കടന്നു വന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ട് എന്താ സംഭവിച്ചത്? ചെറുകിട കച്ചവടക്കാർ പൊട്ടിപ്പോകുന്നു, അവരെ ഇല്ലാതാകുന്നു. ഏറ്റവും കൂടുതലുള്ളത് ചെറുകിട കച്ചവടക്കാരാ. എന്താണ്? 2 കിലോ കപ്പ, ഇച്ചിരി മത്തി, ഇച്ചിരി ഉണക്കമീൻ വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കച്ചവടം ഇല്ലാതെ വരുന്നു. ചെറുകിട കച്ചവടക്കാർ അവരുടെ കച്ചവടം പൊട്ടുമ്പോൾ അവരുടെ കുടുംബങ്ങൾ പട്ടിണിയാകും. ഓരോ കൊച്ചു കടക്കാരുമായിട്ട് ബന്ധപ്പെട്ട് 4-5 പേരൊരു കുടുംബത്തിൽ ഇല്ലേ? കുത്തക മുതലാളിമാർക്ക് വരുമ്പോൾ ചെറുകിട കച്ചവടക്കാർ പൊട്ടുന്നു. സമൂഹത്തിൽ എന്തുണ്ടാകുന്നു? ദാരിദ്ര്യം ഉണ്ടാകുന്നു. സത്യമല്ലേ? അതുകൊണ്ടാണ് വല്ലപ്പോഴുമെങ്കിലൊക്കെ കൊച്ചു കടയിലൊക്കെ കയറണേ. കാരണം വലിയ മാളിൽ പോയി ആരും ബാർഗെയിൻ ചെയ്യത്തില്ല. പക്ഷേ ഈ കൊച്ചു കടയിലോട്ട് കയറിയാൽ ഇത്രയുണ്ടോ എന്നൊക്കെ ചോദിക്കാം. ധൈര്യമുണ്ടോ മാളിൽ പോയി ചോദിക്കാൻ? കാരണം നിങ്ങൾ ആരെ കാണത്തില്ല, മുതലാളിയെ കാണത്തില്ല. അവിടെ നോ ബാർഗെയിനിങ്, കൊടുക്കുന്നത് പൈസ, വേണമെങ്കിൽ എടുത്തോട്ട് പോയാൽ മതി. അപ്പോൾ ഓർത്തോണം എൻ്റെ പ്രിയമുള്ളവരെ, ദാരിദ്ര്യം ഉണ്ടാകാൻ കാര്യമല്ല, മനുഷ്യൻ്റെ സ്വാർത്ഥത. കുറച്ച് പേര് പൂഴ്ത്തി വെക്കുന്നു. പൂഴ്ത്തി വെക്കുമ്പോൾ എക്കണോമിക്സാണ്. ചേച്ചിയോട് ചോദിച്ചാൽ പറയും എന്തോ ഉണ്ടാകും? പൂഴ്ത്തി വെക്കുമ്പോൾ ക്ഷാമം ഉണ്ടാകും. ക്ഷാമം ഉണ്ടാകും. പൂഴ്ത്തി വെക്കുമ്പോൾ എന്തോ കൂടും? ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുമ്പോൾ എന്തോ കൂടും? ആർട്ടിഫിഷ്യൽ സ്കേഴ്സിറ്റി. എന്തോ ഉണ്ടാകും? ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കൂടും. പ്രൈസ് കൂടുമ്പോൾ എന്തോ ഉണ്ടാകും? ദാരിദ്ര്യം ഉണ്ടാകും, ക്ഷാമം ഉണ്ടാകും. ഇതെല്ലാം ഉണ്ടാകുന്നത് കുറച്ച് പേർക്ക് അവരുടെ സ്വാർത്ഥത. അപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ പിന്നിലെ പ്രധാന കാരണം പാപം. കുറച്ച് പേർക്ക് പൈസ ഉണ്ടാക്കാനുള്ള സ്വാർത്ഥത. എല്ലാ മനുഷ്യൻ്റെ പ്രശ്നങ്ങളുടെ പിന്നിലുമുള്ളത് എന്താണ്? പാപം, 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 പാപം. ഈ പാപം മനുഷ്യൻ്റെ അകത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവർ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്ന പാപത്തിൻ്റെ ശമ്പളം മരണമാകുന്നു. ആ മരണം മനുഷ്യനെ കീഴടക്കിയപ്പോൾ രക്ഷിക്കണ്ടേ? രക്ഷിക്കാനാണ്, ഞാൻ പെട്ടെന്ന് പറയാം, ദൈവം നിയമങ്ങൾ കൊടുത്തു. നിയമം എന്താണ്? ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, നിങ്ങൾ രൂപങ്ങൾ ഉണ്ടാക്കരുത്, അപ്പനെ അമ്മയെ ബഹുമാനിക്കണം, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, കള്ളസാക്ഷ്യം പറയരുത്, കൽപ്പനകളും അതിൻ്റെ ഉപകൽപ്പനകളും കൊടുത്തു. എന്തിനാണ് ദൈവം നിയമം കൊടുത്തത്? നിയമം ലംഘിച്ചാൽ എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. പക്ഷേ ശിക്ഷയെ ഓർത്ത് എന്തനുസരിക്കണം? ശിക്ഷയെ ഓർത്ത് എന്തനുസരിക്കണം? നിയമം അനുസരിക്കണം. ഒക്കുന്നുണ്ടോ? ഇല്ല. ശിക്ഷ കിട്ടുമെന്നറിയാം. ഏത് തെറ്റിനും എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. കിട്ടുമോ? തെറ്റ് ചെയ്താൽ ഉപ്പ് തിന്നവൻ എന്ത് കുടിക്കണം? വെള്ളം കുടിക്കണം. തെറ്റ് ചെയ്തവൻ എന്ത് ചെയ്യണം? ശിക്ഷ അറിയണം. പക്ഷേ നമുക്കൊരു പ്രശ്നം, നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒക്കുന്നുണ്ടോ? ഇല്ല. ഒക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, സത്യസന്ധമായ കാര്യം. എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ന് മനുഷ്യൻ്റെ, കേരള മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഡയബറ്റിക്. ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാം ഡയബറ്റിക്. താണ്ട് ഡയബറ്റിക്, താണ്ട് ഡയബറ്റിക്, താണ്ട് ഡയബറ്റിക്, താണ്ട് ഡയബറ്റിക്. എനിക്കറിയാവുന്ന എത്രയോ പേര് ഇവിടെ ഞങ്ങൾ തമ്മിൽ കണ്ടാൽ ആദ്യം ചോദിക്കുന്നത് എങ്ങനെയുണ്ട്, ഷുഗർ എങ്ങനെ ഉണ്ടെന്നാണ് ചോദിക്കുക. അപ്പം ഡയബറ്റിക്കാരോട് പറയാറുണ്ട് മധുരം കഴിക്കരുതെന്ന് പറയാറുണ്ട്. പക്ഷേ ഏത് കല്യാണത്തിന് ചെന്നാലും രണ്ടാമത് ഐസ്ക്രീം മേടിക്കുന്ന ആരാ? ഇവർ പിന്നെയും പോയിട്ട് അവിടെ പോയി ഇങ്ങനെ വായി നോക്കി നിൽക്കുന്ന കാണാം. ഈ പുറത്ത് ലൈവ് ഐസ്ക്രീമൊക്കെ ഉള്ളിടത്ത് ചോദിച്ചാൽ പറയും ഞങ്ങളങ്ങനെ മധുരമൊന്നും എടുക്കാറില്ല, വല്ല കല്യാണത്തിനൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യത്തുള്ളൂ? കഴിക്കത്തുള്ളൂ അല്ലേ? കല്യാണത്തിന് പോകുമ്പം തിരുവനന്തപുരത്തെ കല്യാണത്തിന് പാൽപ്പായസവും അടപ്രഥമനും പരിപ്പ് പായസവും പിന്നെ വല്ലതും കൂടെ ഉണ്ടോ എന്ന് നോക്കുന്നവരാണ്. എന്താ കാര്യം? നന്മ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും സാധിക്കുന്നില്ല. മനുഷ്യൻ്റെ അകത്ത് എന്തോ കിടക്കുക? പാപം കിടക്കുക. സാധാരണ എല്ലാവരും പറയാറുണ്ട് ഡയബറ്റിക്കാരൊക്കെ മോർ പ്രോട്ടീൻ കഴിക്കണം, ലെസ് കാർബോ കഴിക്കണം. കാർബോ കഴിക്കുക, പ്രോട്ടീൻ കൂട്ടുക. എന്നോട് പലരും പറഞ്ഞു മുട്ടയുടെ വെള്ള, വല്ലപ്പോഴും ഒരു ഉണ്ണി, പക്ഷേ 3-4 മുട്ടയുടെ വെള്ള കഴിക്കണം, ചോറ് കുറയ്ക്കണം. ഞാൻ വളരെ ഡീസൻ്റായിട്ട് മുട്ടയുടെ വെള്ള കഴിച്ചു, എന്നിട്ട് ഉണ്ണി മാറ്റി വെച്ചു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നക്കി ഉണ്ണി. എൻ്റെ അമ്മയ്ക്ക് ഷുഗറായപ്പോൾ അമ്മ പാസ്റ്റോട് ചോദിച്ചാൽ അത് വലിയ രസമായിരുന്നു. രാവിലെ ചായ കുടിക്കാതിരിക്കുന്നത്. അമ്മ പഞ്ചസാര ഇടത്തേ ഇല്ല. ഒരു കൈ പഞ്ചസാരയും മറ്റേ കൈ ചായയും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്തോ നക്കും. നന്മ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അതിന് സമ്മതിക്കാത്ത ഒരു തിന്മ എവിടെ ഇരിക്കുക? അകത്ത്. അതിൻ്റെ പേര് എന്ത്? പാപം. ഈ ഞങ്ങളുടെ നാട്ടിൽ കല്യാണത്തിന് ഇങ്ങനെ ഇറച്ചിയൊക്കെ വളരുമ്പോൾ ചിലവന്മാർ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിൻ്റെ കൈക്കലടാ വിറയിലുണ്ടോടാ, വിറയിലുണ്ട്, ഇടറാ ഇങ്ങോട്ട് പീസ്, പീസ് ഇടാൻ. ഈ പുള്ളിയുടെ കൊളസ്ട്രോൾ എത്ര ആയിരിക്കും എന്നറിയാമോ? 400 ആയിരിക്കും. പക്ഷേ നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിന് സമ്മതിക്കാത്ത തിന്മയുടെ പ്രമാണം എൻ്റെ
എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണം നിയന്ത്രിക്കാൻ കഴിയാത്ത നമ്മളാണ് പാപത്തെ നിയന്ത്രിക്കുന്നത്.